ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ചേച്ചി നമ്മളെ ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞതിൽ നീ ജോയിൻ ചെയ്തോ? ചിട്ടിയല്ലേ, സമയാവട്ടെ. ഇത് തന്നെ സമയം. ഇതേ KSFEയുടെ സുവർണ ജൂബിലി ചിട്ടിയ 50 പവൻ സ്വർണ്ണമാണ് ബമ്പർ സമ്മാനം. പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, ഹോണ്ട ആക്ടിവ, സ്മാർട്ട് ഫോൺസ്, അങ്ങനെ പലതും ഉണ്ട്. KSFE സുവർണ ജൂബിലി ചിട്ടികൾ ഈ സമയമൊക്കെ അങ്ങ് മാറും, പിന്നെ കാര്യങ്ങളുള്ളതാണ്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 1 തിങ്കളാഴ്ച. കാർഷിക പരിഷ്കാരങ്ങളുമായി മുന്നോട്ടെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഷിക ഗവേഷണങ്ങളിലടക്കം സ്വകാര്യ മേഖലയ്ക്കും സുപ്രധാന പങ്കെന്നും മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കർഷകർ തയ്യാറാകണമെന്നും മോദി ആവശ്യപ്പെട്ടു. ചെറുകിട കർഷകരെ ശാക്തീകരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ദൗത്യമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണ് ബജറ്റിൽ നൽകിയതെന്നും വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. ഇന്ന് രാവിലെ ദില്ലി എയിംസിൽ നിന്നാണ് കോവാക്സിന്റെ ആദ്യ ഡോസ് പ്രധാനമന്ത്രി സ്വീകരിച്ചത്. എല്ലാ പൗരന്മാരും വാക്സിൻ എടുക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് രണ്ടാം ഘട്ട കോവിഡ് വാക്സിൻ കുത്തിവയ്പ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് മോദി വാക്സിൻ സ്വീകരിച്ചത്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും 45 വയസ്സിന് മുകളിലുള്ള രോഗബാധിതർക്കുമാണ് ഇന്നു മുതൽ വാക്സിൻ കുത്തിവയ്പ് ആരംഭിക്കുന്നത്. പാചകവാതക വില വീണ്ടും വർദ്ധിപ്പിച്ചു. ഗാർഹിക ഉപഭോക്താക്കൾക്കുള്ള സിലിണ്ടറിന് 25 രൂപ കൂട്ടി. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് 96 രൂപയാണ് കൂട്ടിയത്. ഗാർഹിക സിലിണ്ടറിന് 826 രൂപയും വാണിജ്യ സിലിണ്ടറിന് 1604 രൂപയുമാണ് പുതിയ വില. 30 ദിവസത്തിനിടെ 4ാം തവണയാണ് പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞയാഴ്ച പാചകവാതക വില 25 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 3 മാസത്തിനിടെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വിലയിൽ 226 രൂപയാണ് വർദ്ധിപ്പിച്ചത്. പാചകവാതക വില വർധനവിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി. പാചകവാതകത്തിന്റെ വില വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു. ജനങ്ങൾക്കായി മോദി സർക്കാരിനെ മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇവയാണ്: കച്ചവടങ്ങൾ അടച്ചുപൂട്ടുക, സ്റ്റൗവുകൾ വലിച്ചെറിയുക, കപട വാഗ്ദാനങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുക. രാഹുൽ ഗാന്ധി ഹിന്ദിയിലുള്ള ട്വീറ്റിൽ പറഞ്ഞു. ഐശ്വര്യ കേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ വെച്ച് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവ് ജാക്സൺ പൊള്ളയിലാണ് ആഴക്കടൽ മത്സ്യബന്ധന വിഷയം തന്നോട് പറഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. EMCCയുമായി താൻ ഒത്തുകളിച്ചെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് വെളിപ്പെടുത്തൽ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. EMCCക്കാർ അവരുടെ കരാറിന് വിലങ്ങുതടിയാകുന്ന ഒരു കാര്യം ചെയ്യുമെന്ന് സ്ഥിരബുദ്ധിയുള്ള ആരെങ്കിലും പറയുമോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. കള്ളം കയ്യോടെ പിടിക്കുമ്പോൾ ഗൂഢാലോചന സിദ്ധാന്തവുമായി ഇറങ്ങുന്നത് ഇതാദ്യമല്ലെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ സുപ്രീം കോടതി 6 മാസത്തെ സമയം കൂടി അനുവദിച്ചു. ഇനി സമയം നീട്ടി നൽകില്ല എന്നും കോടതി വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട എല്ലാവരും വിചാരണ നടപടി നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ സഹകരിക്കണം എന്നും കോടതി നിർദ്ദേശിച്ചു. ആചാരങ്ങൾ സംരക്ഷിക്കാൻ നിയമമുണ്ടാക്കുന്നതിൽ സർക്കാരിന് എന്താണ് അധികാരമെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. ആചാരങ്ങൾ സംരക്ഷിക്കാൻ തന്ത്രി, പന്തളം കൊട്ടാരം, ദേവസ്വം ബോർഡ് തുടങ്ങിയവരുമായി ചർച്ച ചെയ്ത് മാത്രമേ നിയമമുണ്ടാക്കാൻ പറ്റൂവെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് കൊണ്ടുവരുമെന്ന് പറയുന്ന നിയമത്തിൽ ഇന്നത്തെ വ്യവസ്ഥിതി നിലനിർത്തുന്ന തരത്തിലാണെന്നും സർക്കാരിന്റെ നിയന്ത്രണത്തിൽ സർക്കാർ തന്നെ ഇതൊക്കെ ചെയ്യണമെന്നാണ് അവരുടെ കരട് നിയമത്തിൽ പറയുന്നതെന്നും കുമ്മനം. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള BJP നേതാവും കർണാടക ഉപമുഖ്യമന്ത്രിയുമായ അശ്വന്ത് നാരായണനും BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനും KCBC ആസ്ഥാനത്തെത്തി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ആലഞ്ചേരിയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ ഉറപ്പിക്കുകയാണ് സന്ദർശന ലക്ഷ്യമെന്ന് അശ്വന്ത് നാരായൺ പറഞ്ഞു. സംസ്ഥാനത്ത് മോട്ടോർ വാഹന മേഖലയിലെ ട്രേഡ് യൂണിയനുകളും തൊഴിലുടമകളും പ്രഖ്യാപിച്ച പണിമുടക്കിനെ തുടർന്ന് നാളത്തെ ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷകൾ മാറ്റി. 8ാം തീയതിയിലേക്കാണ് പരീക്ഷ മാറ്റിയത്. MG സർവകലാശാലയും നാളത്തെ എല്ലാ പരീക്ഷകളും മാറ്റിയിട്ടുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് പണിമുടക്ക്. LDF സീറ്റ് വിഭജനത്തിൽ ഇന്ന് അന്തിമ തീരുമാനമായേക്കും. 2 പാർട്ടികൾ പുതുതായി വന്നതോടെ കുറഞ്ഞത് 14 സീറ്റുകളിലാണ് പുതിയ ക്രമീകരണം വേണ്ടത്. 2016 നിന്നും പരമാവധി 6 സീറ്റുകൾ വരെ CPM-നും 2 സീറ്റുകൾ CPI-ക്കും നഷ്ടമാകും. 15 സീറ്റുകൾ ആവശ്യപ്പെട്ട കേരള കോൺഗ്രസ് എമ്മിന് പരമാവധി 10 സീറ്റുകൾ വരെ നൽകാനാണ് CPM-CPI ധാരണ. UDF സീറ്റ് വിഭജനം സംബന്ധിച്ച് ജോസഫ് വിഭാഗവുമായി ഇന്ന് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച നടക്കും. 12 സീറ്റ് വേണമെന്ന നിലപാടിലാണ് ജോസഫ് വിഭാഗം. 9 സീറ്റ് നൽകാമെന്നാണ് കോൺഗ്രസ് നിലപാട്.
ലീഗിന് 3 സീറ്റ് അധികം നൽകിയ സാഹചര്യത്തിൽ തങ്ങളുടെ സീറ്റും കുറയ്ക്കരുതെന്നാണ് ജോസഫിന്റെ ആവശ്യം. മാണി ഗ്രൂപ്പ് ഒപ്പമുണ്ടായിരുന്നപ്പോൾ 15 സീറ്റിൽ മത്സരിച്ചവർ ഇപ്പോൾ 12 സീറ്റ് ചോദിക്കുന്നതിൽ ന്യായമില്ലെന്നാണ് കോൺഗ്രസ് നിലപാട്. അസുഖബാധിതനായ PJ ജോസഫ് ചർച്ചയിൽ പങ്കെടുക്കില്ല. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. നിർമ്മല സീതാരാമനെ അവഹേളിക്കുന്ന തരത്തിലുള്ള തോമസ് ഐസക്കിന്റെ പ്രസ്താവന വില കുറഞ്ഞതാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. CAG ചോദിച്ച ചോദ്യങ്ങളാണ് കേന്ദ്ര ധനമന്ത്രി ചോദിച്ചതെന്നും അതിനാണ് മറുപടി പറയേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഐസക്കിന്റെ വൈദഗ്ധ്യം മുഖ്യമന്ത്രി പോലും അംഗീകരിക്കുന്നില്ലെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു. കൊല്ലത്തെ ചടയമംഗലം നിയമസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകാനുള്ള തീരുമാനത്തിൽ UDF-നുള്ളിലെ തർക്കം തെരുവിലേക്ക്. കടയ്ക്കലിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. UDF തീരുമാനത്തിനെതിരെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രമേയം പാസാക്കുകയും മണ്ഡലത്തിലുടനീളം ലീഗിനെ വിമർശിച്ചുള്ള പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടപ്രകാരം ഫ്ലക്സ് ബോർഡ് നീക്കം ചെയ്യാനെത്തിയ ഉദ്യോഗസ്ഥരും BJP പ്രവർത്തകരും തമ്മിൽ തലസ്ഥാനത്ത് വാക്പോര്. നഗരത്തിലെ ഫ്ലക്സ് ബോർഡുകൾ ഏകപക്ഷീയമായി നീക്കം ചെയ്യുന്നു എന്നാരോപിച്ച് BJP പ്രവർത്തകർ ഉദ്യോഗസ്ഥരെ തടഞ്ഞു. സബ് കളക്ടറും DCPയും സ്ഥലത്തെത്തി. പിന്നീട് പോലീസ് സംരക്ഷണത്തിലാണ് ഫ്ലക്സുകൾ നീക്കം ചെയ്തത്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവനയായി ലഭിച്ചത് 2100 കോടിയിലേറെ രൂപ. ജനുവരി 15 മുതൽ ആരംഭിച്ച ധനസമാഹരണ യജ്ഞം ശനിയാഴ്ചയാണ് അവസാനിച്ചത്. ഏകദേശം 1100 കോടി രൂപയാണ് രാമക്ഷേത്ര നിർമ്മാണത്തിനായി ക്ഷേത്രം ട്രസ്റ്റ് കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇതിനേക്കാൾ 1000 കോടിയോളം രൂപ അധികമായി ക്ഷേത്രം ട്രസ്റ്റിലേക്ക് സംഭാവനയായി എത്തി. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും TDP നേതാവുമായ ചന്ദ്രബാബു നായിഡുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുപ്പതി വിമാനത്താവളത്തിൽ വെച്ചാണ് പോലീസ് നടപടി. ചിറ്റൂർ, തിരുപ്പതി ജില്ലകളിൽ ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു നായിഡു. പരിപാടികൾക്ക് പോലീസ് നേരത്തെ അനുമതി നിഷേധിച്ചിരുന്നു. പോലീസ് നടപടിക്കെതിരെ നായിഡു വിമാനത്താവളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ബജറ്റിൽ പ്രഖ്യാപിച്ച ബാഡ് ബാങ്ക് രൂപീകരിക്കുന്നതിന് ധനകാര്യ സ്ഥാപനങ്ങൾ പ്രാരംഭ മൂലധനമായി 7000 കോടി രൂപ നൽകും. 11ഓളം സ്ഥാപനങ്ങളായിരിക്കും ബാഡ് ബാങ്കിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകുക. ഓരോ സ്ഥാപനത്തിനും 9% ഓഹരി വിഹിതമായിരിക്കും നൽകുക. ബാങ്കിംഗ് മേഖലയിലെ 2.25 ലക്ഷം കോടി രൂപയുടെ നിഷ്ക്രിയ ആസ്തി ബാഡ് ബാങ്കിന് കീഴിൽ കൊണ്ടുവരുന്നതിനാണ് സർക്കാർ ശ്രമം. ആസ്തി പുനർനിർമ്മാണ കമ്പനിക്ക് കീഴിലാകും കടം വകയിരുത്തുക. 88ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ ഓൺലൈനായാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ഡ്രാമ വിഭാഗത്തിൽ മികച്ച നടനായി അന്തരിച്ച നടൻ ചാഡ്വിക് ബോസ്മാനെ തിരഞ്ഞെടുത്തു. മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ഐ ഡോണ്ട് കെയർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് റോസ്മുണ്ട് പൈക്ക് സ്വന്തമാക്കി. ടെലിവിഷൻ വിഭാഗത്തിൽ ദി ക്രൗൺ 4 പുരസ്കാരങ്ങൾ നേടി. മികച്ച സീരീസ്, മികച്ച നടി, മികച്ച നടൻ, മികച്ച സഹനടി എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരം സ്വന്തമാക്കിയത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തുടർ തോൽവികൾക്ക് അവസാനം കുറിച്ച് ലിവർപൂൾ. ഷെഫീൽഡ് യുണൈറ്റഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ലിവർപൂൾ വിജയവഴിയിൽ തിരിച്ചെത്തിയത്. ചെൽസി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൂപ്പർ പോരാട്ടം ഗോൾ രഹിത സമനിലയിലാണ് അവസാനിച്ചത്. ആഴ്സണൽ 1-3 ഗോളിനെ ലെസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ടോട്ടനം എതിരില്ലാത്ത 4 ഗോളിനെ ബേൺലിയെ തകർത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ 3ാം ടെസ്റ്റിനായി ഒരുക്കിയ പിച്ചിനെ വിമർശിച്ചവർക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസം വിവിയൻ റിച്ചാർഡ്സ്. സ്പിൻലാൻഡിൽ ഇത്തരമൊരു ടേണിംഗ് ട്രാക്ക് കണ്ടതിൽ അത്ഭുതപ്പെടാൻ എന്താണുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു. മുൻ ഇംഗ്ലണ്ട് താരങ്ങൾ പിച്ചിനെക്കുറിച്ചുള്ള വിലപിക്കൽ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ റിച്ചാർഡ്സ് സന്ദർശകർ ഇത്തരം പ്രതിസന്ധികൾ നേരിടാനായി ഇനിയും മെച്ചപ്പെടാൻ ശ്രമിക്കണമെന്നും കൂട്ടിച്ചേർത്തു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. The Daily News.in വാർത്തകൾ വിരൽ തുമ്പിൽ.